has restored lots of indigenous species of rice, different varieties that were competent to grow bypassing the weeds, and is a very religiously doing organic farming without any pesticides, without any fertilizers, no de-weeding agents, nothing. ഞാൻ ശരിക്കും പറഞ്ഞാൽ രോഗിയാണ്. എനിക്കിപ്പോൾ 70 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ശരിക്കും നേരത്തെ ഇത് ഇങ്ങനെയുള്ള പുറത്തുനിന്നുള്ള അരി കഴിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ എണ്ണി പറഞ്ഞാൽ തീരില്ല, അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ത് പറ്റി, നമുക്ക് രോഗമില്ലാത്ത ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെയായി. ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും നല്ല ആരോഗ്യമുള്ളവരാണെന്ന് നെഞ്ചത്ത് കൈ വെച്ചത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമസ്കാരം, എൻ്റെ പേര് രാമൻകുട്ടി. എൻ്റെ വീട് പിറവത്താണ്, എറണാകുളം ജില്ലയിലാണ് പിറവ ഉള്ളത്. പിറവത്താണ് എൻ്റെ വീട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 7 വർഷത്തോളമായി ഞാൻ നാച്ചുറൽ ഫാമിംഗ് അല്ലെങ്കിൽ പ്രകൃതി കൃഷിയുടെ ഒരു ആരംഭം കുറിച്ചിട്ട്, അപ്പോൾ അതിൽ നിന്നും ഉൾക്കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ഈ കഴിഞ്ഞ 7 വർഷങ്ങളാക്കി നടപ്പാക്കാൻ കഴിഞ്ഞു. ഞാനിപ്പോൾ കുറേ നാടൻ വിത്തുകൾ, അതായത് നമ്മുടെ പരമ്പരാഗതമായ കുറേ നാടൻ വിത്തുകൾ നമുക്കുണ്ടായിരുന്നു. 200 പരം വിത്തുകളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു 5-8 ഇനം നാടൻ വിത്തുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നാടൻ വിത്തുകളായ രക്തശാലി, നവര, കുറുവ, കൊടിക്കണ്ണി, തവളക്കണ്ണൻ, ജീരകശാല, പിന്നെ മുണ്ടകൻ, പിന്നെ ഇത് നമ്മുടെ മാപ്പിള ചെമ്പാവ്, ഇങ്ങനെ കുറച്ച് അധികം വിത്തുകൾ എൻ്റെ കയ്യിൽ വന്ന കുറേ വിത്തുകൾ അത് വളരെ നന്നായി എന്ന് തോന്നിയതൊക്കെ ഞാൻ കൃഷി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുമുണ്ട് അത് കുറേയൊക്കെ. പിന്നെ അതിൽ കുറേ കാലങ്ങളായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹൈബ്രിഡ് ഇനമായ ഒരു IR5 എന്നൊരു വിത്ത് കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ല, നല്ല രുചിയുള്ള അരിയാണ്. അതായത് നമ്മുടെ ഈ ജീവാമൃതം, നാടൻ പശുക്കളുടെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ആ ഒരു ജീവാമൃതത്തിന് ഒരു മരുന്നിൻ്റെ പവറായിട്ടുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ വന്നേക്കുന്നത്. കേരളത്തിൽ ഈ രക്തശാലി എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം കേരളത്തിലെ അരിയായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വടക്കൻ കേരളത്തിൽ ആണ് കൃഷി ചെയ്തിരുന്ന ഒരു ഇനമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നം ഉണ്ടായിരുന്ന, ചെറിയ നെല്ലായതുകൊണ്ട് ഒരു പക്ഷേ കുത്തിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്താതിരുന്നത്. എന്നാണെങ്കിലും ഇപ്പോൾ നമുക്ക് കുത്തിയെടുക്കാനുള്ള ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്കിത്, കാരണം അതിൻ്റെ തവിടോടുകൂടി ആ അരി ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഗുണം കിട്ടുകയുള്ളൂ. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പണ്ട് കാലങ്ങളിൽ അത് കുത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിരുന്നില്ല. സാധാരണ കതിരിൻ്റെ ഒരു 3 കുറവായിരിക്കും ഉണ്ടാവുക, ഒന്നത്. രണ്ടാമത് നെല്ല് ചെറിയ നെല്ലാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഉൽപ്പാദനത്തിൽ എന്ന് വെച്ചിട്ട് മോശം വരില്ല, എന്ന് വെച്ചാൽ വലിയൊരു ഉൽപ്പാദനം വരില്ല. കാരണം കതിര് എപ്പോഴും കുറവായിരിക്കും. അതുപോലെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ അത് കൃഷി ചെയ്യാത്തത്. ഡോക്ടർ ദിലീപ് ഞങ്ങളടുത്ത നേരത്തെ പോലെ നമുക്ക് അറിയാവുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഞാൻ ഇത്രയും നന്നായിട്ട് കൃഷി ചെയ്യുന്നവരറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം യാദൃച്ഛ്യമായിട്ട് ഞങ്ങൾ തമ്മിൽ കാണുമ്പോഴാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഈ എന്തൊക്കെയാണ് വിത്തിനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വിത്തിനങ്ങളാണ്. അപ്പോൾ തന്നെ ഡോക്ടർ അരി വേണമെന്ന് പറഞ്ഞു, കൊണ്ടുപോയി ഉപയോഗിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഓർഗാനിക് ഷോപ്പിൽ ഈ സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങി. അതിനുശേഷം നല്ല ഒരു റിസൾട്ടാണെന്നുള്ളതാണ് ഡോക്ടറുടെ അഭിപ്രായം, ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു പ്രാവശ്യം നമുക്ക് കൃഷി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ പുല്ലും എല്ലാം ചീഞ്ഞ് അത് കഴിഞ്ഞാൽ വളമായി. നമ്മൾ ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത ഒരു വളവും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും ആ ചെടിക്ക് പ്രകൃതി എല്ലാം തന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഒരുക്കി കൊടുത്താൽ മാത്രം മതി. ഒരു പുഴു പോലും ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അതേസമയം ചോട്ടിൽ ധാരാളം നമ്മുടെ മണ്ണിരകൾ കൂട് കൂട്ടിയിട്ടുണ്ട്. അത് ഓരോന്നിലും ചോട്ടിൽ മണ്ണിര കൂട് കൂട്ടിക്കഴിഞ്ഞു. അറിയാമല്ലോ, മണ്ണിര ഉണ്ടാകുന്ന ആ മണ്ണിരകളുണ്ടാകുന്ന ആ മണ്ണാണ് ഈ എല്ലാ സകലമായ ചെടികൾക്കും ആവശ്യമുള്ളത്. നമ്മുടെ പറമ്പുകളിൽ നിന്നൊക്കെ അത് മാറിപ്പോയി. പക്ഷേ എനിക്കത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ത് പറ്റി, നമുക്ക് രോഗമില്ലാത്ത ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെയായി. ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും നല്ല ആരോഗ്യമുള്ളവരാണെന്ന് നെഞ്ചത്ത് കൈ വെച്ചത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ രോഗിയാണ്. എനിക്കിപ്പോൾ ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ശരിക്കും നേരത്തെ ഇത് ഇങ്ങനെയുള്ള പുറത്തുനിന്നുള്ള അരി കഴിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ എണ്ണി പറഞ്ഞാൽ തീരില്ല, അത്രയും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാനത് മാറിയ ശേഷം എനിക്ക് നല്ല നല്ല മരുന്നല്ല, എനിക്കിപ്പോൾ ഞാൻ രോഗമില്ലാത്തൊരു വ്യക്തിയായിട്ട് ഞാൻ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള മരുന്നരികൾ, അതിന് രക്തശാലി, നവര, ഇങ്ങനെയുള്ള അരി തവിടോട് കൂടി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. മറ്റരികളും നമ്മൾ അങ്ങനെ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അങ്ങനെ ശീലിക്കാതെ പോയി. നമ്മൾ ഇന്നത്തെ ഈ തലമുറ തവിട് എന്നുള്ള സംഭവം തന്നെ ഇല്ലാതെയായി. കാരണം നമ്മൾ തവിട് കളഞ്ഞ് പോളിഷ് ചെയ്ത് അരി കഴിക്കുമ്പോൾ ആ ഒരു മധുരമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതില്ലാതായത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈവൻ ഹൈബ്രിഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പോലും തവിടോട് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം ഉണ്ടാകുമായിരുന്നു. പിന്നെ കൃഷിയാണ്, ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ പറഞ്ഞു മാത്രം ചെയ്യേണ്ടതല്ല കൃഷി. കാരണം അത് സ്വയം ചെയ്ത് പഠിക്കേണ്ടതാണ്. എൻ്റെ അനുഭവമാണ്. കാരണം 7 വർഷത്തിൽ നിന്ന് ഞാൻ ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ 8 ഏക്കറോളം കൃഷി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളിലൂടെയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് ആവാറായി. 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കൊയ്യാം. കണ്ടോന്ന് ഉണങ്ങി കിട്ടിയാൽ നമുക്ക് കൊയ്യാം. ഇപ്പോൾ ഈ കണ്ടല്ലോ നിങ്ങളിപ്പോൾ ഈ നെല്ലിനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുത്തിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഇനമാണിത്. കാരണം ഇത് സാധാരണ നമ്മുടെ ഒരലിലൊന്നും ഇത് കുത്തിയെടുക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് പുതിയ ടെക്നോളജിയിൽ നമ്മുടെ മെഷീനറിയെല്ലാം വന്നിട്ടുണ്ടല്ലോ. കാരണം റബ്ബർ റോഡറുള്ളത് കൊണ്ടുപോയാൽ അത് 100% തവറോടുകൂടി അവർ കുത്തിത്തരും നമുക്ക്. ഈ രക്തശാലി പോലെയുള്ള ഇനങ്ങളെ സംബന്ധിച്ചോളം ഇതിൻ്റെ കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ തണ്ട് കണ്ടോ, നല്ല ബല തണ്ട്. ഇപ്പം നമ്മൾ പ്രകൃതി കൃഷിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൻ്റേതായ ഒരു കരുത്ത് ഉണ്ടാവും. അപ്പം ഒരുവിധം കാലാവസ്ഥാ വ്യതിയാനത്തിൽ പോലും നമ്മുടെ നെല്ല് വീഴാതെ അത് സംരക്ഷിച്ച് നിർത്തും. പിന്നെ കതിർക്കാനം കുറവുള്ളതും ഒരു കാരണമാണ്. അതുകൊണ്ട് നമുക്ക് വീഴൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം അത് എൻ്റെ അനുഭവത്തിൽ മറ്റെല്ലാ നാടൻ വിത്തുകൾക്കും ആ ഒരു ഗുണമുണ്ട്. കാരണം നമ്മൾ രാസവളം ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവരുടെ തണ്ടുകൾക്കെല്ലാം വില കുറവാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചെറിയൊരു കാറ്റ് വീശുമ്പോഴത്തേക്ക് അവർ പറന്നു പോകും. ചാഴിയുടെ ഒരു സംഭവം മാത്രം നമ്മൾ അതിൽ ചെറിയ ചെറിയ ടെക്നിക്കിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അവർക്ക് ഏറ്റവും രൂക്ഷഗന്ധം ഇഷ്ടമല്ല. അതുകൊണ്ട് ആ ഒരു ഗന്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഈ എന്താ പറയുക, ജീവാമൃതം തന്നെ കുറച്ച് പഴയ കഴിയുമ്പോൾ ഒരു ഭയങ്കര ഒരു രൂക്ഷമായ സ്മെല്ലുണ്ടാവും. അങ്ങനെയുള്ളത് നമ്മൾ വേണമെങ്കിൽ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുക. പിന്നെ ചാളയുടെ മണം രൂക്ഷമായ ഗന്ധമാണ്, അതും അവർക്ക് ഇഷ്ടമല്ല. അവിടെ ഇവിടെ കൊണ്ടു വേറിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇഷ്ടമല്ല. ചാളയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് വേണമെങ്കിൽ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തളിച്ചാൽ മതി. അങ്ങനെയാണ് അവരിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒഴിവാക്കി നിൽക്കാൻ പറ്റുന്നത്. അതും എൻ്റെ ഒരു അനുഭവമാണ്. പ്രകൃതി കൃഷിയിൽ ശരിക്കും പറഞ്ഞാൽ അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം നമ്മുടെ ചെടി ഒന്നും ജസ്റ്റ് നനഞ്ഞ് കിടന്നാൽ മതി. ആഴ്ച ഒരു പ്രാവശ്യം നനച്ച് കിട്ടിയാൽ തന്നെ ധാരാളം. അപ്പോൾ കാരണം വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ചെടി മണ്ണിൽ നിന്നാണ് വളം വലിച്ചെടുക്കുന്നത്. അപ്പോൾ അവർക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് വരാൻ പോകുന്ന ഒരു പ്രതിസന്ധി വെള്ളമാണോ എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. പക്ഷേ അതേസമയം രാസവളം കൃഷിക്ക് ചെയ്യുന്നവർ ഞാൻ കണ്ടേക്കണമെന്ന് വെച്ചാൽ 6-5 വരെ വെള്ളം നിറച്ചെടുക്കും. അതൊക്കെ ശരിക്കും വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒത്തിരി വെള്ളം വേസ്റ്റ് ആവുന്നുണ്ട് ആ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് വെള്ളം മതി. കാരണം ഇപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം അങ്ങനെയാണ്. അത്യാവശ്യം ഒരാഴ്ച ഒരു ദിവസം നനച്ച് കയറ്റി വിടും, അത് മതി. എനിക്ക് അതിൻ്റെ പേരിൽ കൂടുതൽ ടെൻഷനും ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എൻ്റെ ചെടി നന്നായിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് കയറി വരും. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 അടി പൊക്കം വയ്ക്കുന്നതാണ് രക്തശാലി. 3-3.5 അടി വരെ പൊക്കം വയ്ക്കും. അതേസമയം തവളക്കണ്ണൻ 5 അടി പൊക്കം വരെ വയ്ക്കും. കുടികണ്ണി 4 അടി പൊക്കം വയ്ക്കും. കുറുവ അതുപോലെ 4 അടി പൊക്കം വയ്ക്കും. IR5 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഹൈബ്രിഡ് ഒരു ഇനമാണ്. പക്ഷേ നാടൻ പോലെ കുറേ കാലമായിട്ട് ആൾക്കാർ ഞാൻ തന്നെ എൻ്റെ തന്നെ വിത്ത് ഉപയോഗിച്ച് ഞാൻ കൃഷി ചെയ്യുന്നതാണ്. അധികം പൊക്കം വയ്ക്കില്ല. ഇതെല്ലാം നമുക്ക് മെഷീനിൽ കൊയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വേറെ കാര്യമാണ്. പക്ഷേ രക്തശാലി ചെറിയ നെല്ലൊഴികെ എല്ലാം തന്നെ നമുക്ക് മെഷീൻ കൊണ്ട് കൊയ്യാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തവളക്കണ്ണൻ കൃഷി ചെയ്തിരിക്കുന്ന പാടത്താണ്. നോക്കൂ, ഇതിൻ്റെ പൊക്കം നോക്കൂ. ഏകദേശം എൻ്റെ അടുത്തുള്ള പൊക്കമാണ്. ഏകദേശം ഒരു 5 അടി എന്നാണ് പറയുമെങ്കിലും ശരിക്കും നല്ല ഒരു വളം കിട്ടുന്ന ഒരു സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ അതൊരു 5.5-6 അടി വരെ പൊക്കം വയ്ക്കാം. അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞാൽ, അതായത് ഏറ്റവും ഇതുവരെ ആൾക്കാർ ഉപയോഗിച്ചതിൽ ഏറ്റവും രുചികരമായ അരി ഇതാണെന്നാണ് എല്ലാവർക്കും അതാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ നമ്മൾ ഹൈബ്രിഡ് വിത്തിനങ്ങൾ വന്നതോടുകൂടി ആരും ഇത് കൃഷി ചെയ്യാൻ എല്ലാവരും അങ്ങ് ഉപേക്ഷിച്ചു. കാരണം എല്ലാവർക്കും ധാരാളം വിളവുകൾ വേണമായിരുന്നു. അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ പറയും. പിന്നെ കുറച്ച് ശരിക്കും എനിക്ക് ഈ വിത്ത് കിട്ടുന്ന ഒരാൾ തൃശ്ശൂരിൽ നിന്നാണ് എനിക്ക് ഇതിൻ്റെ വിത്ത് കിട്ടിയത് 4-5 വർഷം മുമ്പ്. അത് അന്ന് മുതൽ ഞാൻ കൃഷി ചെയ്ത് അതിനെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജീരകശാലയുള്ള പോലെ സംഭവങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാം. അത്രയും രുചിയിലേറെ വ്യത്യാസം, പക്ഷേ എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ അനുഭവം. ഇപ്രാവശ്യം എനിക്ക് ഏറ്റവും എൻ്റെ അനുഭവപ്പെടുത്തുന്നത് ഈ ഓരോരുത്തരും അറിഞ്ഞിട്ട് വിത്തുകൾക്ക് വേണ്ടിയാണ് ഇപ്രാവശ്യം ആൾക്കാർ കൂടുതൽ വരുന്നത്. അരിയേക്കാൾ ഇപ്രാവശ്യം
എത്രയോ ആൾക്കാർ എൻ്റെ അടുത്തുനിന്ന് വിത്തുകൾ വാങ്ങിപ്പോയിട്ടുണ്ടെന്നറിയാം. നമ്മൾ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു പ്രശ്നം കൂടി അത് നമ്മൾ കണക്കിലെടുക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം നാച്ചുറൽ ഫാമിങ്ങിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾ 100% മുളച്ചിരിക്കും. അതേസമയം ഹൈബ്രിഡ് ഇനങ്ങൾ വിത്തനങ്ങൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പകുതി പോലും മുളയ്ക്കാത്തൊരവസ്ഥയിലേക്കാണ് ഉണ്ടാവുന്നുണ്ട്. കാരണം അതിൻ്റെ മെയിൻ കാരണം കാലാവസ്ഥ വ്യതിയാനമാണ്. കാരണം അതികഠിനമായ ചൂടുകൾക്ക് ഈ ഹൈബ്രിഡ് വിത്തിനങ്ങളുടെ മുകുളങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ അനുഭവം കാണുന്നത്. നാടൻ വിത്തിൻ്റെ ഫലപ്രാപ്തിയെപ്പറ്റി കിട്ടിയ അറിവ് അറിവ് കിട്ടുക അന്നു മുതൽ ഞാനിതിൻ്റെ പുറകെയാണ് ശരിക്കും പറഞ്ഞത്. അതായത് 7 വർഷം മുമ്പ് നാച്ചുറൽ ഫാമിംഗ് ശ്രീ രവിശങ്കർജിയുടെ നാച്ചുറൽ ഫാമിംഗ് എന്നുള്ളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിലാണ് എനിക്ക് ഈ അറിവ് വരുന്നത്. അന്നു മുതൽ ഞാൻ ഈ വിത്തുകളുടെ പുറകെയാണ്. വിത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നാണ് ഞാൻ ആ ക്ലാസ്സിൽ നിന്നും എനിക്ക് അറിവ് കിട്ടിയത്. അപ്പോൾ അന്ന് മുതലേ ഓരോരോ വിത്തിനങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരുന്ന ആ ഇനത്തിൽ നിന്ന് ആണ് എനിക്ക് ഇത്രയും വിത്തുകൾ എനിക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. ഇത് അടുത്ത തലമുറയിലേക്ക് എത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ വിത്തുകൾ സംരക്ഷിക്കാൻ വേണ്ടി, വിത്തുകൾക്ക് വേണ്ടി മാത്രം ഞാൻ കൃഷി ചെയ്യുന്ന 1, 2, 3 ഐറ്റമാണ് മുണ്ടകൻ അങ്ങനെയുള്ളത്. അതായത് നമുക്ക് അടുത്ത തലമുറയിലേക്ക് എത്തണം. കാരണം എത്തിയില്ലെങ്കിൽ എന്താ നമുക്ക് അതിനെപ്പറ്റി പറയാൻ വിത്തുകൾ നമുക്കൊരു വലിയ വെല്ലുവിളി സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒട്ടും സംശയമില്ല. കാരണം കാലാവസ്ഥാ വ്യതിയാനം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ അടുത്ത തലമുറ തീർച്ചയായിട്ടും ഇതിലേക്ക് കടന്നു വരണം. അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഞാൻ ഏത് വിധത്തിലുള്ള ഇത് തരാനും ഞാൻ തയ്യാറാണ്. എന്നെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ്. ഇതും നാടൻ വിത്തിനമായ കുടിക്കണ്ണി, അതായത് മധ്യകാലത്തിൽ ധാരാളമായിട്ട് കൃഷി ചെയ്തിരുന്ന ഒരു ഇനമാണിത്. ഇതും ഞാൻ ഒരു 4 വർഷം മുമ്പാണ് ഇതിൻ്റെ വിത്ത് എൻ്റെ കയ്യിൽ കിട്ടിയത്. അതും എനിക്ക് ഞാൻ കണ്ടിന്യൂവേഷനായിട്ട് കൃഷി ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇതൊരു നാടൻ വിത്തിനമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹൈബ്രിഡ് കൃഷി ചെയ്യുന്ന പോലെ കൃഷി ചെയ്യാവുന്നൊരു സാധനമാണ്. ശരിയാണ്, ഒരു 4 അടി പൊക്കം വയ്ക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇന്നത്തെ മെഷീനറിയിൽ നമുക്കതെല്ലാം കൊയ്തെടുക്കാം. കുറച്ച് വയ്ക്കൽ പോയേക്കാം, പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഹൈബ്രിഡിൽ നിന്നുള്ള ഒരു മാറ്റമായിരിക്കും ആൾക്കാർ ഇതിലൂടെ പരീക്ഷിക്കുന്നവരുടെ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് കുടി പോലെ വന്ന് കണ്ണികൾ പോലെ കിടക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ പേര് തന്നെ കുടിക്കണ്ണി എന്നായതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ പഴക്കമുള്ള ഒരു വിത്തിനം, അതായത് മുണ്ടകൻ. 160 ദിവസം മൂപ്പാണ് ഇതിനുള്ളത്. 6 അടി പൊക്കം വയ്ക്കും. പക്ഷേ ഗുണത്തിൽ ഇതിൽ വളരെ 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 ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ഒരു നാടൻ വിത്തിനമായ നമ്മുടെ തമിഴ്നാട് ബോർഡറിലാണിത് കൃഷി ചെയ്തിരുന്ന ഇനമാണ്. അതായത് നല്ല കച്ചിക്കൊക്കെ നല്ല കനമാണ്, ഒരു വിധത്തിലും വീഴില്ല സംഭവം. അങ്ങനത്തെ ഒരു വിത്തിനമാണ് ഈ കാണുന്നത്. മാപ്പിളച്ചെമ്പ എന്നാണ് പേര്. അത് കുറച്ച് താമസിച്ചാണ് നടാൻ പറ്റിയത്, അതുകൊണ്ട് അതിൻ്റെ കതിരായിട്ടില്ല. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലൊക്കെ ഇത് നന്നായി കൃഷി ചെയ്യുന്നൊരു സാധനമാണ്. അങ്ങനെയാണെങ്കിലും അതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ഇനമായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളത്. പരമ്പരാഗത വിത്തിനമായ നവരയാണ് ഞാനിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ 100% ജീവാമൃതം ഉപയോഗിച്ച് മാത്രം കൃഷി ചെയ്യുന്ന ഒരു സാധനമാണ്. നോക്കൂ, ഇപ്പോൾ കതിര് വരുന്ന വഴിയാ കതിര് ശരിക്കും ഒരു വെളുത്ത ഒരു ഇതിലാണ് വന്നത്. പക്ഷേ ഒരു വിതിൻ 1-2 വീക്കിനകം അതിൻ്റെ കളറ് കറുത്തതായിട്ട് മാറും അതിൻ്റെ തോട്. എൻ്റെ വീട്ടിൽ തന്നെയുള്ള പശുക്കൾ ഉണ്ട്, നാടൻ പശുക്കളാണ്. അവരുടെ ചാണകവും മൂത്രവും ഉപയോഗിച്ചാണ് ഞാൻ ജീവാമൃതം ഉണ്ടാക്കുന്നത്. അതായത് 10 കിലോ ചാണകം, 10 ലിറ്റർ മൂത്രം, 2 കിലോ ശർക്കര, 2 കിലോ പയറുപൊടി. പയറുപൊടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പയറുപൊടിൻ്റെ പൊടിയാവാം. പിന്നെ അതായത് എവിടെയാണ് ഇപ്പോൾ ഞാൻ നെൽകൃഷിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ചെളി ഒരല്പം കൂടെ അതിനകത്തേക്ക് ചേർക്കണം. അത് വേണമെങ്കിൽ നമുക്കൊരു 200 ലിറ്റർ വരെ വെള്ളം ചേർത്ത് നമുക്കത് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും നമ്മൾ കരകൃഷിയിലാണ് ആ ഒരു മെത്തേഡ് ഏറ്റവും നല്ലത്. അതേസമയം നമ്മൾ നെൽകൃഷിയിൽ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചാണകത്തിൻ്റെ അളവ് വേണമെങ്കിൽ നേരെ ഇരട്ടിയാക്കാം. അതായത് 20 കിലോ ചാണകവും 20 ലിറ്റർ മൂത്രവും ഉപയോഗിച്ച് നമ്മൾ കൂട്ടി ഒഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ചെടി ബൂസ്റ്റപ്പ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അത് ഞാനിതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. കീടങ്ങൾ വരില്ല, അതിൻ്റെ സ്മെല്ല് കേട്ട് അവർ പോവും. കൂടാതെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള അറിയാമല്ലോ, യൂറിയ ഏറ്റവും കൂടുതലുള്ളതാണ് നാടൻ പശുവിൻ്റെ മൂത്രം. അപ്പോൾ അതൊക്കെ അവർക്ക് പ്രകൃതിദത്തമായിട്ട് അവർക്ക് കിട്ടുമ്പോൾ അവരൊന്ന് പെട്ടെന്ന് എടുത്തങ്ങ് പോരും. 2 പ്രാവശ്യം ഒഴിച്ചു കൊടുത്തു. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, അതായത് 25-നും 20-നും 25-ൻ്റെ ഇടയ്ക്കും 40-നും 45-ൻ്റെ ഇടയ്ക്കുള്ള ആ സമയങ്ങളിലാണ് നമ്മൾ ഈ വളം കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്യേണ്ട, അപ്പോഴത്തേക്കും ചെടി വളമെടുത്ത് വളർന്ന് പന്തലിച്ചിട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നാടൻ വിത്ത് ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ
പുല്ല് തോറ്റു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ നാടൻ വിത്തിനങ്ങൾക്കെല്ലാം പൊക്കം കൂടുതലാണല്ലോ. അവർ പൊക്കം കൂടി വരുമ്പോഴത്തേക്കും മറ്റേ പുല്ല് അടിയിൽ പോകുമ്പോൾ അവരുടെ വളർച്ച അതോടെ നിലയ്ക്കും, നമ്മുടെ ചെടി കയറി പോരുകയും ചെയ്യും. അപ്പോൾ അവിടെ കളനാശിനിയുടെ അതിൻ്റെ വേറൊന്നിൻ്റെയും ഉപയോഗം വരുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഞങ്ങൾ രക്തശാലിയുടെ കൊയ്ത്താണ് നടക്കുന്നത്. ഇവിടെ ഈ നെല്ലിനൊരു കുഴപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഷീൻ കൊണ്ട് കൊയ്യാൻ പറ്റുന്നില്ല. കാരണം മെഷീനിൽ കയറി അതിൻ്റെ അളറിക്കൂടെ അതിൻ്റെ നെല്ല് പുറത്തേക്ക് വരും. അതുകൊണ്ട് ആൾക്കാരുടെ മാൻ സോഴ്സ് കൊണ്ട് മാത്രമാണ് ഇത് നമുക്ക് നടക്കുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതിനകത്ത്. പക്ഷേ നമുക്ക് അതിനുള്ളൊരു മൂല്യമുണ്ട്. അതുകൊണ്ട് നമ്മളിത് ഈ രീതിയിൽ ആ ഒരു ചിലവ് പ്രശ്നമാക്കാതെ തന്നെ നമ്മൾ കൃഷി ചെയ്തതാണ് ഇവരെ കൊണ്ട് കൊയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കൊയ്യുന്നത്. ഇപ്പോൾ അത് കൊയ്ത്ത് ഏകദേശം തീരുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. രക്തശാലി എന്ന് പറയുന്ന നെല്ല് നമ്മൾ കൊയ്ത് വെച്ചേക്കുന്നതാണ് ഇവിടെ. അപ്പോൾ ഇത് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് മെഷീനിൽ കൊയ്യാൻ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ നെല്ല് അള്ളറിക്കടെ പുറത്തേക്ക് ചാടും, കാരണം ചെറിയ നെല്ലായതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് ലേബർ സോഴ്സ്, നമ്മൾ അതിഥി തൊഴിലാളികളാണ് ഇവരുടെ പണിക്കാർ. കാരണം നമ്മുടെ ഇടയിൽ പണിക്കാരില്ലാതായല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിഥി തൊഴിലാളികളാണ് പണിയെല്ലാം എടുക്കുന്നത്. അവരെ കൊണ്ടാണ് ഇതെല്ലാം കൊയ്ത് അടിച്ചെടുക്കുകയോ ചെയ്യുന്നത് പിന്നെ അവരെ കൊണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നോക്കി, ഈ കറ്റ ഒന്ന് നോക്കി, കറ്റയിൽ ഒരൊറ്റ പതിരുണ്ടെന്ന് നോക്കി. കാരണം പതിരെന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഇതിനകത്ത് നമ്മൾ യാതൊരു വിധത്തിലുള്ള വിഷം അടിച്ചിട്ടില്ല, ഒരു സാധനം പോലും ഉപയോഗിച്ചിട്ടില്ല. അല്ലാതെ തന്നെ ഈ നെല്ല് ഇത്രയും വിളവേ. കാരണം എൻ്റെ ഓൾറെഡി 7 വർഷം ആയപ്പോഴത്തേക്ക് എൻ്റെ മണ്ണ് ഒത്തിരി നന്നായി മാറി. അതിൽ ആ മണ്ണിൽ വിളയുന്ന നെല്ലിനങ്ങൾക്ക് നല്ല പ്രതിരോധശക്തി ആയിരിക്കും. അതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. ശരിയാണ്, പ്രാണികൾ അണുക്കളൊക്കെ വരും, പക്ഷേ അവരെ പ്രതിരോധിക്കാനുള്ള ശക്തി പ്രകൃതി അവർക്ക് കൊടുക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത് നമ്മൾ സാധാരണ മില്ലിൽ അതേപോലെ മുഴുവനായിട്ട്, അതായത് തൊണ്ട് പൊട്ടിച്ച് ആണ് നമ്മളിത് ആൾക്കാർക്ക് കൊടുക്കുന്നത്. പുഴുങ്ങി കൊടുക്കാറില്ല. കാരണം പുഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിൻ്റെ പോഷകങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ശരിക്കും മരുന്നാണ്. കാരണം നമ്മൾ ജീവാമൃതം ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മരുന്നായിട്ട് തന്നെ മാറുന്നതായിട്ടാണ് അനുഭവം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജസ്റ്റ് ഉണക്കി നമ്മൾ തൊണ്ട് പൊട്ടിച്ച് മില്ലിൽ കൊണ്ടുപോയി തൊണ്ട് പൊട്ടിച്ചാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്, ആൾക്കാർക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണ്. ഇത് തവളക്കണ്ണൻ വിളഞ്ഞു കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 140 ദിവസം പൂപ്പായി. 140 ദിവസം ആകുമ്പോഴത്തേക്കേ ആവുള്ളൂ. ഏകദേശം ഒരു 5 അടി പൊക്കമുണ്ട്. ഇവിടെ കണ്ടം നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മെഷീൻ കൊണ്ട് കൊയ്യാം. കാരണം കണ്ടത്തിൽ ചെളി ഉണ്ടെങ്കിൽ നമ്മുടെ നെല്ല് കുറേ നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെയുള്ള കണ്ടങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും അതിഥി തൊഴിലാളികളുടെ സഹായം നമുക്ക് ആവശ്യം വരും. അപ്പോൾ അവരെ വെച്ചാണ് ഞാനിത് കൊയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളുകൂടി ഇരിക്കണമെങ്കിൽ നമ്മൾ പുഴുങ്ങി കുത്തരിയാക്കിയാൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. കാരണം ഉണക്കൽ നമ്മൾ കുത്തി കഴിയുമ്പോഴത്തേക്കും 1-2 മാസത്തിനുള്ളിൽ ഇരിക്കില്ല. അങ്ങനെ പിന്നെ വിശക്കാൻ കൂടുതൽ ഏറ്റവും എളുപ്പത്തിൽ ദഹിച്ചു പോകുന്നത് നമ്മൾ ഉണക്കലായിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ വക വിത്തിനങ്ങളുടെ സംരക്ഷണവും അതുപോലെ നാണ്യവിളകളുടെ സംരക്ഷണവും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് ഇതെല്ലാം ഒരുപക്ഷെ അതിൻ്റെ പ്രതിഫലനം എന്താവും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് സംരക്ഷിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും പുതിയ തലമുറ തന്നെ ഇതിനകത്തേക്ക് കുറച്ച് കൂടുതൽ ഇറങ്ങി വരണം എന്നുള്ളതാണ്.